വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ. തന്നെയും കുടുംബത്തെയും അപമാനിക്കുന്നതിനായി വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ചവർക്കും പ്രചരിപ്പിച്ചവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി ദിവ്യ വ്യക്തമാക്കി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ദിവ്യയുടെ പ്രതികരണം. കുറച്ചു ദിവസങ്ങളിലായി തന്നെയും തന്റെ കുടുംബത്തെയും മുഖ്യധാര മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൂടെയും അപമാനിക്കുന്നതിനായി വസ്തുതാവിരുദ്ധമായ വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ചവർക്കും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പാർട്ടി നടപടിക്കെതിരെ വിമർശനം നടത്തിയെന്ന് വാർത്തകൾ നിഷേധിച്ചും ദിവ്യ രംഗത്തെത്തിയിരുന്നു. പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയുമെന്നാണ് അവർ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്. പാർട്ടി സ്വീകരിച്ച നടപടി അംഗീകരിക്കുന്നുവെന്നും പി ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു. തന്റേതെന്ന പേരിൽ പാർട്ടിക്കെതിരെ പുറത്തുവരുന്ന അഭിപ്രായങ്ങളിൽ പങ്കില്ലെന്നും പി ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് താൻ ഉത്തരവാദിയല്ലെന്നും അവർ പറഞ്ഞു. ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയുന്നതാണ് ഇതുവരെ അനുവർത്തിച്ചു വരുന്ന രീതി. അത് തുടരും. ജയിലിലായിരിക്കെ പാർട്ടി എടുത്ത നടപടി ഏകപക്ഷീയമാണെന്നും തന്റെ ഭാഗം കേട്ടിട്ടില്ലെന്നുമുള്ള അതൃപ്തി ദിവ്യ നേതാക്കളെ അറിയിച്ചിരുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. നേരത്തെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദിവ്യയ്ക്ക് 11 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത്.